ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ലഹരി മാഫിയയെ നിയന്ത്രിക്കുന്നതിൽ പോലീസും എക്സൈസും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലഹരിക്കെതിരെ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും ആഹ്വാനം. ഇടുക്കി ഗ്രാമ്പിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവെടിവയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. ദൌത്യം ഇന്ന് പൂർത്തിയാക്കാനായേക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവമായ വർണ്ണപ്പകിട്ടിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വേനൽ ശക്തമാകുന്നു. ഇന്നലെ അൾട്രാ വയലറ്റ് സൂചിക ഉയർന്ന തോതിൽ രേഖപ്പെടുത്തിയത് 7 ഇടങ്ങളിൽ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ സുനിത വില്യംസിനെ തിരികെ എത്തിക്കാനുള്ള ദൌത്യം മുന്നേറുന്നു. 4 അംഗ സംഘം ബുധനാഴ്ച ഭൂമിയിലേക്ക്. മാസ്റ്റേഴ്സ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് വെസ്റ്റ് ഇൻഡീസിനെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ലഹരി മാഫിയയെ നിയന്ത്രിക്കുന്നതിൽ പോലീസും എക്സൈസും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂർ രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ 31B ബാച്ച് പോലീസ് സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ലഹരിക്കടിമപ്പെടുന്ന വ്യക്തിയെ അതിൽ നിന്ന് മുക്തമാക്കുക എന്നത് പോലീസിന്റെയും പൊതുസമൂഹത്തിന്റെയും കടമയാണെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. ഇപ്പോഴത്തെ സിന്തറ്റിക് ലഹരികൾ വലിയ തോതിൽ മനുഷ്യനല്ലാതാക്കുകയാണ്. സാധാരണഗതിയിൽ മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒന്നും ആ ആളിൽ നിന്ന് പ്രതീക്ഷിക്കാനാവുന്നില്ല. അപ്പോ ഒരാളായാലും എത്രയാളായാലും നമ്മുടെ നാടിനാണ് അത് ദോഷം ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് അത്തരം ആളുകളെ അതിൽ നിന്ന് മുക്തമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അതിനുതകുന്ന നല്ല പ്രവർത്തനം മാതൃകാപരമായി ഇപ്പോൾ നടത്തുന്നുണ്ട്. അത് ശക്തിപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയേണ്ടതാണ്. സൈബർ കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കുന്നതിൽ കേരള പോലീസ് രാജ്യത്തിന്റെ പ്രശംസ നേടിയിട്ടുള്ളതായും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രത്യേക പരിശോധനയിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 2362 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 222 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 234 പേരാണ് ഇതുവരെ അറസ്റ്റിലായത്. എല്ലാ സേവനങ്ങളും ഓൺലൈനായാൽ അഴിമതി കുറയുകയും സുതാര്യത ഉറപ്പാവുകയും ചെയ്യുമെന്ന് മന്ത്രി പി രാജീവ്. ആധുനികവൽക്കരണം നടപ്പാക്കുമ്പോഴുള്ള തൊഴിൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് മന്ത്രി എറണാകുളത്ത് പറഞ്ഞു. ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലെ കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ദൌത്യവുമായി മുൻപോട്ടെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിന്റെ ഭാഗമായാണ് വനം വകുപ്പ് ഈ തീരുമാനത്തിലെത്തിയതെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. വനം വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ പ്രദേശവാസികൾ സഹകരിക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. 2 ദൌത്യങ്ങൾ ഒരേ സമയം നമുക്ക് വനം വകുപ്പിന് നിർവഹിക്കേണ്ടതായി വരുന്നുണ്ട്. ഒന്ന്, വന്യജീവിയെ സംരക്ഷിക്കുകയും മനുഷ്യനെ രക്ഷിക്കുകയും ചെയ്യുന്ന 2 ദൌത്യം ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷമുണ്ട്, മാനസിക സംഘർഷമുണ്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വളരെ ആത്മാർത്ഥതയോടുകൂടിയുള്ള പ്രവർത്തനമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രവർത്തനത്തെ സഹായിക്കാൻ ജനങ്ങൾ മുന്നോട്ട് വരണം. ആ പ്രദേശത്ത് അപകടമുണ്ടാക്കാതിരിക്കാൻ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ കഴിയുന്നതും വേഗം ആ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാക്കാൻ കഴിയണമെന്ന നിലയിലാണ് ഇപ്പോൾ ആലോചനകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചി വിമാനത്താവളത്തിനായി സ്ഥലം ഏറ്റെടുത്തപ്പോൾ വീടും പുരയിടവും നഷ്ടപ്പെട്ടവർക്കായി രൂപവൽക്കരിച്ച 2ാം ഘട്ട പുനരധിവാസ പദ്ധതിക്ക് ഡയറക്ടർ ബോർഡ് അംഗീകാരം നൽകി. നേരത്തെയുള്ള പാക്കേജിൽ മതിയായ സംരക്ഷണം ലഭിക്കാത്തവർക്കാണ് 2ാം ഘട്ട പാക്കേജ്. മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിലാണ് 2ാം ഘട്ട പാക്കേജിന് രൂപം നൽകിയത്. കൊച്ചി വിമാനത്താവളത്തിനായി വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്കായി നേരത്തെ തന്നെ പുനരധിവാസ പാക്കേജ് നടപ്പാക്കിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. നാസയുടെ ക്രൂ 10 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്തു. ഇതോടെ US ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസ്, ബുച്ച് വിൽമോർ അടക്കമുള്ള 4 അംഗ സംഘം ഈ മാസം 19-ന് ഭൂമിയിലേക്ക് മടങ്ങും. കഴിഞ്ഞ 9 മാസമായി ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഇവരെ തിരികെ എത്തിക്കാൻ സ്പേസ് എക്സും നാസയും സംയുക്തമായാണ് ദൌത്യം നടപ്പാക്കുന്നത്. ഇവരെത്തിയ ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിന് തകരാർ സംഭവിച്ചതിനാലാണ് മടക്കയാത്ര നീണ്ടത്.
സംസ്ഥാനത്ത് വേനൽ ശക്തമാകുന്നു. ചൂട് ഉയരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ താപനില 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. കൊട്ടാരക്കര, കോന്നി, ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂർ, മൂന്നാർ, തൃത്താല, പൊന്നാനി എന്നീ 7 ഇടങ്ങളിലാണ് ഇന്നലെ അൾട്രാവയലറ്റ് സൂചിക ഉയർന്ന തോതിൽ രേഖപ്പെടുത്തിയത്. അതേസമയം ചിലയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവമായ വർണ്ണപ്പകിട്ടിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. വൈകുന്നേരം 5 മണിക്ക് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി ആർ ബിന്ദു ട്രാൻസ്ജെൻഡർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം പ്രതിനിധി രജു കോലിയക്കോട്. വൈകുന്നേരം നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അനന്യം കലാസംഘത്തിന്റെ ആദ്യ പരിപാടിയുടെ പ്രദർശനോദ്ഘാടനവും നടക്കും. തുടർന്ന് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. വർണ്ണശബളമായ ഘോഷയാത്രയോടൊപ്പം ഫ്ളാഷ് മോബും നടക്കും. നാളെ നടക്കുന്ന സമാപന ചടങ്ങ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സർഗ്ഗവാസനയും കലാഭിരുചിയും പരിപോഷിപ്പിക്കുന്നതിനും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനും വേണ്ടി സാമൂഹ്യനീതി വകുപ്പ് മുഖേനയാണ് ട്രാൻസ്ജെൻഡർ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാരുടെ സമരം 35ാം ദിവസത്തിൽ. രാപ്പകൽ സമരത്തിന്റെ തുടർച്ചയായി നാളെ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുമെന്ന് സമരക്കാർ അറിയിച്ചു. അതേസമയം നാളെ ആശാപ്രവർത്തകർക്ക് പാലിയേറ്റീവ് കെയർ ആക്ഷൻ പ്ലാൻ, പാലിയേറ്റീവ് കെയർ ഗ്രിഡ് എന്നിവയെ സംബന്ധിച്ച പരിശീലനം നൽകാൻ ആരോഗ്യവകുപ്പ് ജില്ലാ പ്രോഗ്രാം മാനേജർ മുഖേന നോട്ടീസ് നൽകി. മാസ്റ്റേഴ്സ് ക്രിക്കറ്റിന്റെ ഫൈനലിൽ ഇന്ന് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ നേരിടും. ഇന്ത്യൻ ടീമിനെ സച്ചിൻ ടെണ്ടുൽക്കറും വെസ്റ്റ് ഇൻഡീസിനെ ബ്രയാൻ ലാറയുമാണ് നയിക്കുക. 2020 ഫോർമാറ്റിലുള്ള മത്സരം രാത്രി 7:30-ന് റായ്പൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കും. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ഫൈനൽ മത്സരം ഏപ്രിൽ 12-ന് നടക്കും. വേദി പിന്നീട് തീരുമാനിക്കും. ഈ മാസം 29-ന് നടക്കുന്ന ആദ്യ പ്ലേ ഓഫിൽ മുംബൈ സിറ്റി FC ബംഗളൂരു FCയുമായി ഏറ്റുമുട്ടും. ഈ വർഷത്തെ റെയ്സീന സംഭാഷണത്തിന് നാളെ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്യും. നാളെ മുതൽ ബുധനാഴ്ച വരെയാണ് റെയ്സീന സംഭാഷണത്തിന്റെ 10ാം പതിപ്പ് നടക്കുക. ഭൌമരാഷ്ട്രീയം, ആഗോള സാമ്പത്തിക രംഗം എന്നീ മേഖലകളിലെ നിരവധി സുപ്രധാന വിഷയങ്ങൾ ചർച്ചയാകും. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം, ഒബ്സർവർ റിസർച്ച് ഫൌണ്ടേഷൻ എന്നിവർ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. 5 ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി ഇന്ന് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ക്രിസ്റ്റഫർ ലക്സൺ നാളെ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. സന്ദർശനത്തിനിടെ ന്യൂസിലാന്റ് പ്രധാനമന്ത്രി മുംബൈ സന്ദർശിക്കും. ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് സംഗീത സംവിധായകൻ AR റഹ്മാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. വോട്ടർ ഐഡിയും ആധാറും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ചർച്ച ചെയ്യാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പ്രത്യേക യോഗം വിളിച്ചു. മറ്റന്നാൾ നടക്കുന്ന യോഗത്തിൽ ആഭ്യന്തര സെക്രട്ടറി, നിയമവകുപ്പ് സെക്രട്ടറി, UIDAI CEO തുടങ്ങിയവർ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് പ്രക്രിയ മെച്ചപ്പെടുത്തുന്നതിന് രാഷ്ട്രീയ പാർട്ടികൾക്ക് അടുത്ത മാസം 30-നകം നിർദ്ദേശങ്ങൾ സമർപ്പിക്കാമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കോഴിക്കോട് കുറ്റിയാടി മൊകേരി റോഡിൽ നരിക്കൂട്ടും ചാലിൽ കാറും ഇരുചക്രവാഹനവും കൂട്ടിയിടിച്ച് ഇരുചക്രവാഹന യാത്രക്കാരൻ മരിച്ചു. നരിക്കൂട്ടും ചാലിൽ സ്വദേശി രോഹിനാണ് മരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 30-ന്. പരിപാടിയുടെ 120ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലും പരിപാടി ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത് കേൾക്കാം. പരിപാടിയിലേക്കുള്ള ജനങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 28 വരെ 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നരേന്ദ്രമോദി ആപ്പ്, MyGov ഓപ്പൺ ഫോറം എന്നിവയിലൂടെ സമർപ്പിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ലഹരി മാഫിയയെ നിയന്ത്രിക്കുന്നതിൽ പോലീസും എക്സൈസും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലഹരിക്കെതിരെ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും ആഹ്വാനം. ഇടുക്കി ഗ്രാമ്പിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവെടിവെക്കാനുള്ള ശ്രമം തുടരുന്നു. ദൌത്യം ഇന്ന് പൂർത്തിയാക്കാനായേക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവമായ വർണ്ണപ്പകിട്ടിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വേനൽ ശക്തമാകുന്നു. ഇന്നലെ അൾട്രാവയലറ്റ് സൂചിക ഉയർന്ന തോതിൽ രേഖപ്പെടുത്തിയത് 7 ഇടങ്ങളിൽ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ സുനിത വില്യംസിനെ തിരികെ എത്തിക്കാനുള്ള ദൌത്യം മുന്നേറുന്നു. 4-അംഗ സംഘം ബുധനാഴ്ച ഭൂമിയിലേക്ക്.
മാസ്റ്റേഴ്സ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് വെസ്റ്റ് ഇൻഡീസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.